അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ഓശാന പെരുന്നാളിൻ്റെ നാളിൽ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി കർത്താവ് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. ആ നഗരത്തെ സമീപിച്ചപ്പോൾ അതിന് വരാൻ പോകുന്ന വലിയ നാശത്തെക്കുറിച്ച് കർത്താവ് പ്രവചന രൂപേണ ചില കാര്യങ്ങൾ പറയുണ്ടായി. എന്നാൽ ആ പ്രവചന സന്ദേശം ജനങ്ങൾ അംഗീകരിക്കുകയോ അവരുടെ ജീവിതത്തിന് മാറ്റം വരുത്തുകയോ ചെയ്തില്ല. അതിൻ്റെ ഫലമായി കർത്താവ് ക്രൂശിക്കപ്പെട്ട ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഏകദേശം AD 70 യെരൂശലേം ശൂന്യമായി എന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്നു. ദൈവം ചില മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ തരാറുണ്ട്. ആ മുന്നറിയിപ്പുകളെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും. ചരിത്രത്തിൽ അനേകർ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് ജീവിക്കുന്നവരാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന ജൂലിയസ് സീസർ വധിക്കപ്പെടുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യ കൽപൂർണിയ അതിനെക്കുറിച്ച് ഒരു സ്വപ്നം കണ്ടു. BC 44 ആ സംഭവം നടക്കുന്നത്. കൽപൂർണിയ തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ജൂലിയസ് സീസറിനോട് വിവരിച്ചു. ചോര വാർന്നൊഴുകുന്ന ജൂലിയസിനെ മടിയിൽ കിടത്തി താൻ പരിചരിക്കുന്നതും താമസിയാതെ പിടഞ്ഞു മരിക്കുന്നതുമായിരുന്നു ആ സ്വപ്നം. മാർച്ച് 15 നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന സെനറ്റ് സമ്മേളനം മാറ്റിവെക്കണമെന്നും ജൂലിയസ് അതിൽ പങ്കെടുക്കരുതെന്നും ഭാര്യ അപേക്ഷിച്ചു. ഭാര്യയുടെ സ്വപ്നത്തിൽ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയ ജൂലിയസ് സീസർ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനം നീക്കിവെക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ കൈസറിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയവർ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ബ്രൂട്ടസിനെ വശത്താക്കി. സമ്മേളനം മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് പരിഹാസപൂർവ്വം ബ്രൂട്ടസ് സീസറിനോട് സംസാരിച്ചു. ബ്രൂട്ടസിൻ്റെ ചോദ്യത്തിലെ പരിഹാസം നിറഞ്ഞ സീസർ അത് മനസ്സിലാക്കി തൻ്റെ മനസ്സ് മാറ്റുകയും കൽപൂർണിയയുടെ മുന്നറിയിപ്പ് അവഗണിക്കുകയും ചെയ്തു. അങ്ങനെ സെനറ്റ് നടത്തുവാനായിട്ട് തീരുമാനിച്ചു. കൈസർ സെനറ്റിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ ഒരു സന്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ട് പറഞ്ഞു, എത്രയും വേഗം താങ്കൾ ഇത് വായിക്കണം, മറ്റാരും കാണരുത്. സുഹൃത്ത് എന്തെങ്കിലും കാര്യം നേടിയെടുക്കുവാൻ നൽകിയ അപേക്ഷയായിരിക്കും അതെന്ന് കരുതിയ കൈസർ ആ സന്ദേശം മറ്റു പേപ്പറുകളൊപ്പം തിരികെ വച്ചു. ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തിയതിനാൽ സെനറ്റിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശമായിരുന്നു ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. മനഃപൂർവ്വമായ അല്ലെങ്കിലും ആ സന്ദേശം തനിക്ക് അവഗണിക്കേണ്ടി വന്നു. കൈസറിനെ കൊല്ലുവാൻ തൻ്റെ ഉറ്റ സ്നേഹിതനായ മാർക്കസ് ജൂനിയസ് ബ്രൂട്ടസിനെയാണ് ഏർപ്പാടാക്കിയിരുന്നത്. കൈസറിൻ്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുമ്പോൾ തൻ്റെ ആത്മസ്നേഹിതനായ ബ്രൂട്ടസിനെ നോക്കി, ബ്രൂട്ടസെ നീയും എന്ന് പറയാൻ ശബ്ദത്തിൽ കൈസർ ചോദിച്ച വാക്കുകൾ വിശ്വപ്രസിദ്ധമായി മാറി. അതെ, കൽപൂർണിയെയും സ്നേഹിതനും നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച കൈസർ തീർച്ചയായും തൻ്റെ ഭാവി പന്താടുകയായിരുന്നു. ദൈവവചനം അനുസരിക്കാതിരുന്ന ഇസ്രായേലിനോട് മുന്നറിയിപ്പിൻ്റെ ദൂതറിയിക്കാൻ നിരവധി പ്രധാനന്മാരെ ദൈവം നിയോഗിച്ചിരുന്നു. എന്നാൽ അവരെയൊക്കെയും ജനം കൊന്നുകളയാണ് ഉണ്ടായത്. പഴയ നിയമ ചരിത്രം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചക പുസ്തകങ്ങൾ അത് നമുക്ക് സൂചന നൽകുന്നു. പ്രിയരെ, സുവിശേഷം വരുവാനുള്ള നാശത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ്. അപ്പോൾ തന്നെ സുവിശേഷം അനുസരിക്കാത്തവർ നിത്യനാശം അനുഭവിക്കേണ്ടതായും വരും. ദൈവം ഓരോ ദിവസവും മാനസാന്തരപ്പെടണമെന്ന് ലോകത്തോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാനസാന്തര അനുഭവം നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർക്കും. ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക, ദൈവത്തിൽ ആശ്രയം വയ്ക്കുക.